വിഴിഞ്ഞം തുറമുഖം പ്രവർത്തന സജ്ജമാകുന്നു. മെയ് 2-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിക്കും. മെയ് 2-ന് രാവിലെ 11 മണിക്ക് വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ ചെയ്യും. പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇക്കാര്യം സംസ്ഥാന സർക്കാരിനെ അറിയിച്ചു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് എസ് ശാലിനിയുണ്ട്. ശാലിനി, കഴിഞ്ഞ വർഷം ജൂലൈ മുതലാണ് വിഴിഞ്ഞം തുറമുഖത്തേക്ക് കപ്പലുകൾ അടുത്തു തുടങ്ങിയത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖങ്ങളിലൊന്നാണ് വിഴിഞ്ഞം തുറമുഖം. ഈ തുറമുഖമാണ് മെയ് 2-ന് പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കുക. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദൃശ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഏഷ്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖം, കൂടാതെ രാജ്യത്തെ തന്നെ ആദ്യ ആഴക്കടൽ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് നടക്കുന്ന ഏക തുറമുഖം എന്ന പ്രത്യേകത കൂടി വിഴിഞ്ഞത്തിനുണ്ട്. വിഴിഞ്ഞം ഔദ്യോഗികമായി സർക്കാർ ഒപ്പം തന്നെ രാജ്യത്തിന് സമർപ്പിക്കുകയാണ്. അതിന്റെ ഔദ്യോഗികമായിട്ടുള്ള തീയതി പ്രഖ്യാപനമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഔദ്യോഗികമായി ഈ ഒരു വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിനായി സമർപ്പിക്കാൻ പോകുന്നത്. വരുന്ന മെയ് 2-ാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിന് എത്തുന്നുണ്ട്. കേരള സന്ദർശനവും ഒപ്പം തന്നെ വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കാൻ അദ്ദേഹം എത്തുകയാണ് എന്നുള്ള ഔദ്യോഗിക അറിയിപ്പ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് ഔദ്യോഗികമായി ലഭ്യമായിരിക്കുകയാണ്. മെയ് 2-ാം തീയതി രാവിലെ 11 മണിക്കാണ് ഔദ്യോഗികമായി വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കുക എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ അറിയിക്കുന്നത്. അതുമാത്രമല്ല, ഇതിൽ വിശിഷ്ടാതിഥികൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുമെന്നുള്ള പ്രത്യേക അറിയിപ്പ് കൂടി വന്നിട്ടുണ്ട്. കേന്ദ്ര തുറമുഖ മന്ത്രി, ഒപ്പം തന്നെ സംസ്ഥാന മുഖ്യമന്ത്രി, സംസ്ഥാന തുറമുഖ മന്ത്രി അടക്കമുള്ളവർ ഈ ഒരു പരിപാടിയിൽ ഔദ്യോഗിക ഭാഗമാകും. പ്രധാനമന്ത്രിക്കൊപ്പം തന്നെ സംസ്ഥാന ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറും പരിപാടിയുടെ ഭാഗമാകുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ആഘോഷത്തിലേക്ക് സംസ്ഥാനം കടക്കുകയാണ്. നീണ്ട വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഔദ്യോഗികമായി വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന്, നാടിന് സമ്മാനിക്കാൻ പോകുന്നു. അതിന് ആ സമ്മാനം നൽകാനായി പ്രധാനമന്ത്രി തന്നെ നേരിട്ട് കേരളത്തിലേക്ക് എത്തുന്നു എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ജൂലൈ 2015 ആണ് ഇതൊരു തുറമുഖം ഔദ്യോഗികമായി കരാർ ഒപ്പുവെക്കുകയും അദാനി ഗ്രൂപ്പിന് വരുന്ന 40 വർഷത്തേക്ക് കരാർ ഒപ്പിടുകയും ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ജൂലൈ മുതൽ ഏറ്റവും വലിയ മദർഷിപ്പുകൾ അടക്കമുള്ള മദർഷിപ്പുകൾ കേരളത്തിലേക്ക് എത്തി, വിഴിഞ്ഞത്തേക്ക് എത്തിയത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള വരുമാന നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. സിംഗപ്പൂർ അടക്കമുള്ള മറ്റ് വൻകിട തുറമുഖങ്ങളുമായിട്ടാണ് സംസ്ഥാനം മത്സരിക്കുന്നത്. അതിനൊരു ആക്കം കൂട്ടിക്കൊണ്ട് വരുമാനം അപ്പുറം വർദ്ധിപ്പിക്കാൻ സഹായമായിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ ഈ ഒരു കമ്മീഷനും കൂടി നടക്കുമ്പോൾ സംസ്ഥാനം വലിയ രീതിയിലുള്ള തൊഴിൽ സാധ്യതയിലേക്കും വലിയ രീതിയിലുള്ള വരുമാന നേട്ടത്തിലേക്കുമാണ് കടക്കാൻ പോകുന്നത്. എന്തായാലും പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഔദ്യോഗികമായി തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മെയ് 2-ാം തീയതി രാവിലെ 11 മണിക്ക് വിഴിഞ്ഞം തുറമുഖം ഔദ്യോഗികമായി രാജ്യത്തിന് പ്രധാനമന്ത്രി തന്നെ സമർപ്പിക്കുമെന്നുള്ള അറിയിപ്പാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് ലഭ്യമായിട്ടുള്ളത്. ദൃശ്യം ശരി, എസ് ശാലിനിയാണ് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.